പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും ഇന്നൊരു 1000 റുപ്പീസിന്റെ അടിയിൽ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഹെഡ്ഫോൺസ് അൺബോക്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് കോസ്മിക് ബൈറ്റ് ആണ്. അപ്പൊ അതിന്റെ H1 ഗെയിമിംഗ് ഹെഡ്സെറ്റ്സ് ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാധാരണ ആമസോൺകാർ എനിക്കൊരു പ്ലാസ്റ്റിക് കവറിലാണ് പൊതുവെ തരുന്നത്. ഇത്തവണ എന്തോ നല്ലൊരു ബോക്സ് പാക്കേജിങ്ങിൽ തന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ബോക്സ് തുറക്കാം. ഓക്കെ, ബബിൾ റാപ്പ് മിക്കവാറും അകത്തായിരിക്കും, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഈ ബോക്സ് എന്തായാലും എടുത്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്മിക് ബൈറ്റ് H1 ഗെയിമിംഗ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാ ഹെഡ്സെറ്റ് പോലെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ പറയാം, സോഫ്റ്റ് ഇയർ കപ്സും സിംഗിൾ 3.5mm ജാക്കാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസൈഡ് ബോക്സിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ ഹെഡ്ഫോൺസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഈ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഓക്കെ. അപ്പോൾ ഹെഡ്ഫോൺസ് ബബിൾ റാപ്പിലാണ്, സേഫ്റ്റി മുഖ്യം. നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സും ഡെല്ലുണ്ട്, കൊടുക്കുന്നില്ല. പേപ്പർ വർക്ക്സും കാര്യങ്ങളുണ്ട്. ബോക്സിൽ പ്രത്യേകിച്ച് കാരണം ഇതില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉറപ്പായിട്ട് ഹെഡ്ഫോൺസ് എടുക്കുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയ കോഡ്. പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇജാതി പ്രൊമോഷൻ. ഇത് കണ്ടോ, ഓരോ ചാനലിൻ്റെ, ഫേസ്ബുക്ക് പേജിൻ്റെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഓരോ ഇതിനുള്ള QR കോഡ് അവർ ഈ ഒരു പേപ്പറിൽ തന്നിട്ടുണ്ട്. ഇത് പിന്നെ ഹെഡ്ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും വാറണ്ടി കാർഡായിട്ടൊന്നും ഞാൻ കണ്ടില്ല. നമുക്ക് ഹെഡ്ഫോൺസിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഹെഡ്ഫോൺസ് മാത്രമേ ഉള്ളൂ ഇത്തവണ. നമുക്ക് സ്പ്ലിറ്ററില്ല. അപ്പോൾ നമ്മൾ ഈ H1 എന്ന് പറയുന്ന ഹെഡ്സെറ്റ്സ് വാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് സ്പ്ലിറ്റർ കൂടെ വാങ്ങണം, PC-ലോട്ടാണെങ്കിൽ. അപ്പോൾ വേറെ എന്തെങ്കിലും മെയിനായിട്ട് നമുക്ക് കേബിൾ ലെങ്ത് ആദ്യം നോക്കാം. കേബിൾ ലെങ്ത് ഒരു സ്പെസിഫൈ ചെയ്തേക്കുന്ന ഏകദേശം 2.1 മീറ്റേഴ്സ് ഉണ്ടെന്നാണ്. ഓഫ് കോഴ്സ് നെക്സ്റ്റ് തിങ് ഇത് ബ്രേഡഡ് ആണ്. അപ്പോൾ ഭയങ്കര അത്യാവശ്യം നല്ല സേഫ് ആയിരിക്കും സാധനം. ഇങ്ങനെ എൻടാങ്കിൾ ആയാലും പിന്നെ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. മറ്റേ നമ്മൾ നേരത്തെ എടുത്ത ഹെഡ്ഫോൺസ് പ്ലാസ്റ്റിക് റബ്ബർ കോട്ടിംഗ് അല്ല, ബ്രേഡഡ് കേബിളാണ്. പിന്നെ സിംഗിൾ പിന്നാണ്, RGB ഒന്നുമില്ല, ജസ്റ്റ് ഹെഡ്ഫോൺസ് മാത്രമാണ്. പിന്നെ ഹെഡ്ഫോൺസിൻ്റെ ഇയർ കപ്സ് സോഫ്റ്റ് ആണ്, അത്യാവശ്യം പ്രീമിയം ഒരു ഫിനിഷ് ഉണ്ട്. പിന്നെ വലുതാക്കാൻ വേണ്ടി ഹെഡ് ബാൻഡ് ഇത്ര വലുതാക്കാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ സ്ട്രെച്ചബിൾ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രെച്ചബിൾ അല്ല കേട്ടോ, കാരണം നമുക്ക് ഇത്ര പറ്റുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡിസൈനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക ഡിസൈനാണ്. കാരണം നമ്മൾ ഹെഡ്ഫോൺസ് നോർമലി ഒരു വട്ടം, ഒരു ഇതാണ് പൊതുവെ ഹെഡ്ഫോൺസിൽ വരുന്നത്. ഇതായത് പ്രത്യേകിച്ച് ഒരു ഓവൽ ഷേപ്പ് പോലെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ചെരിച്ച രീതിയിൽ നൈസ് എർഗണോമിക് ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ മൈക്ക് വരുമ്പോൾ സാധാരണ ഒരു മൈക്കാണ് വരുന്നത്, നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെ സ്റ്റക്ക് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി രീതിയിൽ പറയാനാണ്. അപ്പോൾ ഹെഡ്ഫോൺസ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ കംഫർട്ടബിൾ ആണ്, നല്ല സൗണ്ട് പ്രൂഫ് പോലെ തന്നെയുണ്ട്. അത്യാവശ്യം പുറത്തെ സൗണ്ടൊന്നും കേൾക്കൂല. പിന്നെ മൈക്ക് പറഞ്ഞ പോലെ ഉണ്ട്, അങ്ങനെ സ്റ്റക്കടി ചെയ്തുള്ള എനിക്ക് തോന്നുന്നു നമുക്ക് ഏതാണ് ഫിക്സ് ചെയ്യണം എന്നുള്ള രീതിയിലോട്ടുള്ളതാണ്. പിന്നെ നേരത്തെ കണ്ട ഹെഡ്ഫോൺസിലെ പോലെ തന്നെ ഇതുണ്ട്, വോളിയം പ്രോപ്പർ ബാക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചിലവർ പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയ കാര്യമാണ്. കാരണം നമ്മുടെ ഈ കേബിളിൽ വോളിയം പ്രോപ്പർ മ്യൂട്ട് ബട്ടൺ വരുമ്പോൾ കേബിൾ ഇങ്ങനെ തൂങ്ങി കിടക്കാത്ത ഒരു ഡിഫിക്കൽട്ടി ആണെന്ന്. അപ്പോൾ ഇതാണ് മിക്കവർക്കും ഇപ്പോൾ താല്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. 899 ആണ് ഈ ഹെഡ്ഫോൺ എടുത്തിരിക്കുന്നത്. അതിന് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും മൈക്ക് ക്വാളിറ്റിയിലോട്ട് കിടക്കാം. സോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹെഡ്ഫോൺസിൻ്റെ മൈക്കിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ മൈക്കിൻ്റെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം ഇതിൽ മ്യൂസിക്കും പിന്നെ ഗെയിമിങ്ങും ചെയ്ത് നോക്കിയിരുന്നു. ബേസ് എന്ന് പറയുന്നത് അത്രയും ഇല്ല, ഒരു ആവറേജ് ബേസ് മാത്രമേ ഉള്ളൂ. സൗണ്ട് ക്ലാരിറ്റി എന്ന് പറയുന്നത് ക്രിസ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു എന്താ പറയുക, മീഡിയം. ഈ ഒരു ബഡ്ജറ്റിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സൗണ്ട് ഓക്കെയാണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ബേസ് ഉണ്ടെന്നല്ല, ബട്ട് അത്യാവശ്യം നല്ലൊരു ബേസും സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് മൈക്കിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ തവണ അൺബോക്സ് ചെയ്തിരുന്ന നമ്മുടെ Heaphonesന്റെ ഹെഡ്ഫോൺസിനേക്കാളും കുറച്ചുകൂടി കംഫി ആണെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടി ടൈറ്റ് ആണ് ഈ കപ്സ്. ഇത് അൺകംഫർട്ടബിൾ ഒന്നല്ല, അത്യാവശ്യം ലോങ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് പ്രോസ് ആൻഡ് കോൺസിലോട്ട് നോക്കാം. സോ നമ്മുടെ ഹെഡ്ഫോൺസിന്റെ പ്രോസ് ആൻഡ് കോൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. എന്തായാലും എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞിരുന്നു. എന്നാലും എടുത്ത് തന്നെ നമുക്കിതിൽ പറയാം.
ഫസ്റ്റ് തിങ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ബ്രേഡഡ് കേബിളാണ്. ഇതൊരു ഭയങ്കര വലിയ സംഭവം തന്നെയാണ്. കാരണം നമ്മൾ പൊതുവേ ഗെയിമേഴ്സ് കളിക്കുമ്പോൾ ഈ വയർ ചുറ്റാൻ അവിടെ തട്ടിത്തടയാൻ മിക്കാറും ചാൻസ് കാണും. അതുകൊണ്ട് നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇതിൻ്റെ കേബിൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് തിങ്, ഈ കേബിളിൻ്റെ ലെങ്ത് 2.1 മീറ്റേഴ്സ് പ്ലസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് PC-യുടെ ബാക്കിലോട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇയർ പാഡ്സ് ആണ്, ഇയർ കപ്സ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം സോഫ്റ്റ് ആണ്, പ്രീമിയം ടച്ച് ഉണ്ട്, സ്പോഞ്ചി ടൈപ്പ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ബാൻഡിനും ഇതേപോലെ മുകളിൽ ഒരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നതല്ല. നെക്സ്റ്റ് തിങ് ഇതിൻ്റെ മൈക്കാണ്. ഈ മൈക്കിന് ക്വാളിറ്റി, നല്ല ഒരു ക്വാളിറ്റി എന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിൽ റെക്കോർഡിങ്ങിലാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ എന്താ പറയുക, നമ്മൾ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ക്യാപ്ചർ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഒന്നും ഈ മൈക്കിന് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺസിലോട്ട് കിടക്കാം. ഇതിലൊരു പ്രശ്നം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പിന്ന് വന്നേക്കണതാണ്. പിന്നെ ഓഡിയോ സ്പ്ലിറ്ററും കൊടുക്കുന്നില്ല. ഓഡിയോ സ്പ്ലിറ്റർ ഇല്ലാതെ സിംഗിൾ പിന്ന് കൊടുക്കുമ്പോൾ എന്തായാലും എക്സ്ട്രാ നമ്മളൊരു 100 റുപ്പീസ് 200 റുപ്പീസ് ഇട്ടാലേ നമുക്കൊരു സ്പ്ലിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് 1000 രൂപയുടെ ഇട്ട്. അപ്പോൾ ആ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നു ഡുവൽ ഇത് വരുന്നത് RGB വരുന്ന ഹെഡ്ഫോൺസ് നല്ലത് വേറെ കിട്ടുമായിരിക്കും. സോ സ്പ്ലിറ്ററൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 899 വേർത്തിട്ടാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ പോലെ ബാക്കിൽ ഈ ഒരു വോളിയം റോക്കർ കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറെ സംഭവം മ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. സാധാരണ മൈക്ക് മ്യൂട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എവിടെയെങ്കിലും കൊടുക്കുന്നതാണ്, ഇതിൽ അതില്ല. പിന്നെ എന്ന് വെച്ചാൽ ഈ ഹെഡ് ബാൻഡ് ഇത് പറഞ്ഞ പോലെ അത്ര എക്സ്പാൻഡബിൾ അല്ല. കണ്ടോ, ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് അതിന് പൊട്ടും. കാരണം ഇത് പ്ലാസ്റ്റിക് മെയ്ഡ് ഉള്ളതായിട്ടുള്ള ഹെഡ്ഫോൺസ് ആണ്. ബാക്കിയെല്ലാം കൊണ്ട് നല്ലൊരു ഹെഡ്ഫോണാണ്. സൗണ്ട് ക്വാളിറ്റിയിലും ബിൽഡ് ക്വാളിറ്റിയിലും കുഴപ്പമില്ല. സോ ഇതായിരുന്നു ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അറ്റ്മോസ്ഫിയർ കൂടെ തീരുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.